നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ ഗോചരമാണ്, അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാറ്റം. പ്രധാനമായും ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. മെയ് 14, 2025 വ്യാഴം വൃശ്ചികം രാശിയിൽ നിന്നും ധനു രാശിയിലേക്ക് സഞ്ചരിക്കും. എന്നാൽ ഇത് തിരുത്തേണ്ടതുണ്ട്. 2024 മെയ് മുതൽ 2025 മെയ് വരെ വ്യാഴം വൃശ്ചികത്തിൽ ആയിരിക്കുമെന്ന് തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ 2024 ഏപ്രിൽ 22 വ്യാഴം വൃശ്ചികൻ രാശിയിൽ പ്രവേശിച്ച് 2025 മെയ് 13 വരെ അവിടെ തുടരും. പിന്നീട് 2025 മെയ് 14 വ്യാഴം ധനുരാശിയിലേക്ക് മാറും. എന്നാൽ 2025 ഒക്ടോബർ 9 വ്യാഴം പിന്നോക്ക ഗമനം കാരണം വീണ്ടും വൃശ്ചികത്തിലേക്ക് തിരിച്ചു വരും. 2025 ഡിസംബർ 30 വ്യാഴം വീണ്ടും ധനുരാശിയിൽ പ്രവേശിക്കും. അതിനാൽ 2025 വ്യാഴം ധനുവിലേക്കുള്ള സഞ്ചാരം ഒരു പ്രധാന ഗോചരമാണ്. വ്യാഴഗോചരത്തിൻ്റെ പ്രാധാന്യം. വ്യാഴം, അതായത് ഗുരു, ജ്യോതിഷത്തിൽ ജ്ഞാനത്തിൻ്റെ ദേവൻ എന്നറിയപ്പെടുന്നു. ഇത് വിജയം, സമ്പത്ത്, ജ്ഞാനം, ആശീർവാദം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ശുഭഗ്രഹമാണ്. ഒരു രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ആ രാശിയുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ വിപുലീകരണവും വളർച്ചയും കൊണ്ടുവരുന്നു. 2025 ഗോചരത്തിൻ്റെ പ്രത്യേകതകൾ. ധനുരാശിയിലെ വ്യാഴം. ധനു ഒരു അഗ്നിരാശിയാണ്. വ്യാഴത്തിൻ്റെ സ്വന്തം രാശി, അതായത് ഉച്ചസ്ഥാനം. ഇത് ആത്മവിശ്വാസം, ധാർമ്മിക മൂല്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, യാത്രകൾ എന്നിവയിൽ അനുകൂലമായ പ്രഭാവം ചെലുത്തുന്നു. സാമൂഹികമായി നീതിബോധം, അധികമായ തിരയൽ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിൽ പ്രചോദനം ലഭിക്കാം. പിന്നോക്ക ഗമന സമയം. 2025 ഒക്ടോബർ ഡിസംബറിൽ വ്യാഴം വീണ്ടും വൃശ്ചികത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മുൻപ് ആരംഭിച്ച പ്രോജക്റ്റുകൾ പുനരാലോചന ചെയ്യേണ്ടി വരും. ഇത് സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ഗോചരത്തിൻ്റെ ജ്യോതിഷ പ്രാധാന്യം. വ്യക്തിഗത ജാതകത്തിലെ സ്ഥാനം ജാതകത്തിലെ ഏത് ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, ധനഭാവത്തിൽ, അതായത് 2ാം ഭാവം, വ്യാഴം സമ്പത്ത് വർദ്ധിപ്പിക്കും. 10ാം ഭാവത്തിൽ കീർത്തി നൽകും. വ്യാഴം ധനുവിലായാൽ നിയമം, വിദ്യാഭ്യാസം, മതം എന്നിവയിൽ പുരോഗമനം കാണാം. പുതിയ തത്വചിന്തകൾ ജനപ്രിയമാകാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ജ്യോതിഷഫലങ്ങൾ വ്യക്തിഗത ജാതകം, ഗ്രഹയോഗങ്ങൾ എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. വ്യാഴത്തിൻ്റെ ഫലം ജന്മരാശി അനുസരിച്ച് വ്യത്യാസപ്പെടാം. ലഗ്നചക്രത്തിലെ ഗുരുവിൻ്റെ സ്ഥാനം, അന്യഗ്രഹങ്ങളുമായുള്ള യോഗം എന്നിവയും ഫലങ്ങളെ സ്വാധീനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.